ഹായ് സുഹൃത്തുക്കളെ, ഇതാണ് സൂററ്റിലെ ഡ്രീം സിറ്റി, ഡയമണ്ട് റിസർച്ച് മെർക്കൻഡൈൽ സിറ്റി. ഡ്രീം സിറ്റി ഗുജറാത്തിലെ സൂററ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്ത് ലോകത്തിന് മുന്നിൽ വെച്ച സ്റ്റാച്യു ഓഫ് യൂണിറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റൊന്നാണ് ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുന്നു ഗുജറാത്ത് ഗവൺമെൻറ്. ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് മന്ദിരം ഡ്രീം സിറ്റി, അവിടേക്കാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത്. ഗുജറാത്ത് എന്തുകൊണ്ടും വലിയ അഹമ്മദാബാദിലെ കഴിഞ്ഞാൽ, ഗുജറാത്തിൻ്റെ അഹമ്മദാബാദ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ നഗരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് സൂററ്റ്. ധാരാളം വ്യവസായങ്ങളും അതുപോലെ തന്നെ ഫ്ലാറ്റ് സമുച്ചയങ്ങളും ധാരാളമുണ്ട്. ഈ കാണുന്നത് ഇവിടെ വലിയൊരു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലേക്ക് വന്ന വിദ്യാർത്ഥികളുടെ ബസ്സുകളാണ് ഈ പാർക്ക് ചെയ്തിരിക്കുന്നത്. വഴിനീളെ അമ്പരചുംബികളായ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നമുക്ക് കാണാം. സൂററ്റിലെ എങ്ങും ഈ അമ്പരചുംബികളായ ഫ്ലാറ്റുകളാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ബിസിനസ് ഇവിടെ നടക്കുന്നു, താമസക്കാർ ഇവിടെ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. വ്യവസായങ്ങളും എല്ലാം തന്നെയുള്ള ഒരു തുറമുഖ നഗരം കൂടിയാണ് സൂററ്റ്. ഈ നഗരത്തിലാണ്, ഗുജറാത്തിൻ്റെ സൂററ്റിലാണ് ഡയമണ്ട് സിറ്റി വന്നിരിക്കുന്നത്. വജ്ര വ്യാപാരികളുടെ ആസ്ഥാന മന്ദിരമാണ് ഇവിടെ നമ്മൾ ഈ കാണാൻ പോകുന്ന കെട്ടിടം. ഞാൻ ആ കെട്ടിടത്തിലേക്കുള്ള വഴിയിലേക്ക് എത്തി. വലിയ എയർപോർട്ടിനൊക്കെയുള്ള പോലെയുള്ള സജ്ജീകരിച്ചിട്ടുള്ള ഒരു റോഡും 4-വേ ലൈൻ റോഡും എല്ലാം സജ്ജീകരിച്ച് അതിന് നടുവിൽ ചെടികളും മരങ്ങളുമെല്ലാം പിടിപ്പിച്ച് വളരെ സുന്ദരമാക്കിയ ഒരു പ്രദേശമാണ് സൂററ്റ്. ഡയമണ്ട് ബോൾസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ പുറത്ത് വഴിയിലൂടെ വണ്ടി ഓടിച്ച് ഈ ബിൽഡിംഗ് ചുറ്റുമൊന്ന് സഞ്ചരിച്ച് കാണുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് മന്ദിരം എന്ന പ്രശസ്തി ഉണ്ടായിരുന്നത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ സംഘടനയുടെ പെൻറ്റഗൺ എന്ന ഓഫീസിനായിരുന്നു. പക്ഷേ ആ സ്ഥാനം ഇന്ന് ഈ കെട്ടിടം സ്വന്തമാക്കി. 71 ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഓഫീസ് സമുച്ചയം, 82 മീറ്റർ ഉയരം. സാധാരണയായി 25 നില കെട്ടിടത്തിന്റെ ഉയരമാണെങ്കിലും ഇതിൽ 15 നില കെട്ടിടമാണുള്ളത്. 40 ഏക്കർ സ്ഥലത്തായി ഇത് വ്യാപിച്ചു കിടക്കുന്നു. ഈ കെട്ടിടം മൊത്തം ഏരിയ 2000 ഏക്കറാണ്. ഇതിൽ 4200 ഓഫീസുകൾ പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഈ ബിൽഡിങ്ങിൽ കെട്ടിടത്തിന്റെ സെൻട്രൽ കോറിഡോർ, അതായത് വരാന്ത നീളം മൊത്തം എടുത്താൽ 22 കിലോമീറ്റർ ആണ്. 2015 ഒക്ടോബറിൽ തുടങ്ങിയ നിർമ്മാണം 2023 ജൂലൈയിലാണ് പൂർത്തിയായത്. ഈ സമയത്താണ് ഞാൻ ഇവിടെ എത്തുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 3200 കോടി രൂപ ചിലവിൽ ഗുജറാത്ത് സംസ്ഥാന ഗവൺമെന്റ് ആണ് ഈ ഡയമണ്ട് സിറ്റി നിർമ്മിച്ചിരിക്കുന്നത്. സൂറത്തിനെ ഡയമണ്ട് വ്യാപാരത്തിന്റെ ലോക തലസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയമായിരുന്നു ഡയമണ്ട് സിറ്റി. ഇതിനകത്ത് കയറാൻ ഞാൻ സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു. അകത്തേക്ക് വിടുന്നില്ല, പുറത്തു നിന്ന് ഫോട്ടോ എടുത്ത് പോന്നു. ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. ലോക നിലവാരമുള്ള സൗകര്യങ്ങളോടെ സംവിധാനങ്ങളിലൂടെ 175 രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് വജ്രങ്ങൾ കയറ്റി അയക്കുന്നു. ഇതാണ് സൂററ്റ് ഡയമണ്ട് ബോൾസിന്റെ പ്രത്യേകത. ഡയമണ്ട് ബോൾസിൽ വജ്രങ്ങളുടെ ഇറക്കുമതിക്കും കയറ്റുമതിക്കുമുള്ള സേവനങ്ങളും ബാങ്കിങ്, ഇൻഷുറൻസ് സേവനങ്ങളുമുണ്ട്. പോളിഷ് ചെയ്യാത്ത വജ്രങ്ങളുടെ വ്യാപാരവും മിനുക്കിയ വജ്രങ്ങളുടെ നിർമ്മാണവും ഇവിടെ നടക്കുന്നു. ഇവിടെ തന്നെ ടെക്സ്റ്റൈൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനുള്ള ഒരു പദ്ധതിയും
ഗുജറാത്ത് സർക്കാരിനുണ്ട്. 65,000-ലധികം ഡയമണ്ട് പ്രൊഫഷണലുകൾക്ക് ഈ കേന്ദ്രത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാം. അതാണ് സൂററ്റ് ഡയമണ്ട് ബോഴ്സ്. 60,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കസ്റ്റംസ് ക്ലിയറൻസ് സെന്റർ ഇവിടെ പ്രവർത്തിക്കുന്നു. ഡയമണ്ടുകളുടെ കയറ്റുമതിക്കുള്ള കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിന് സമീപമാണ് ഇന്റർനാഷണൽ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത്. 2023 ജൂലൈ 21 ഇതിന്റെ ഉദ്ഘാടനം നടന്നത്. ഇങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗുജറാത്തിലെ പല സ്ഥലങ്ങളും. നമ്മുടെ നാടുകളിലൊന്നും കാണാൻ പറ്റാത്തത്ര ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചിന്താഗതികൾ മാറ്റണം, ചിന്താഗതികൾ മാറണം. എല്ലാം വേണം നമുക്ക് അഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന നിർമ്മിതികൾ വേണം നമുക്ക്. അതിനുള്ള പൈസ നമുക്കുണ്ട്. നമ്മുടെ ഭരണാധികാരികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ കൈയിട്ട് വരാതിരുന്നാൽ മതി. ദുബായ് മണലാരണ്യം എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ഇന്ന് അത് ലോകത്തിന്റെ അത്ഭുതങ്ങളുടെ നിർമ്മിതികളാണ് ഇവിടെ. ലോകത്തെ സമ്പന്നർ അവിടെ താമസത്തിനൊരുങ്ങുന്നു. ചുട്ടുകൊള്ളുന്ന ആ മണലാരണ്യത്തിൽ 100-ൽ കൂടുതൽ രാഷ്ട്രത്തിൽ നിന്നുള്ളവർ താമസിക്കുന്നു, ജോലിക്കും മറ്റുമായി. ഈ നിർമ്മിതികൾ കാണാൻ വർഷാവർഷം ധാരാളം സഞ്ചാരികളും അവിടെ എത്തുന്നു. എന്തുകൊണ്ടും അതിനേക്കാൾ എത്രയോ സുന്ദരമായ നാടാണ് നമ്മുടെ ഈ ഇന്ത്യ. വിഭവങ്ങളും വൈവിധ്യങ്ങളും സംസ്കാരങ്ങളും വസ്ത്രവിധാനങ്ങളും ഭക്ഷണ വിഭവങ്ങളും അങ്ങനെ ഒത്തിരി പ്രത്യേകതയുള്ള ഇന്ത്യയിലും ഇങ്ങനെ ഒരു സിറ്റി ഡെവലപ്പ് ആവട്ടെ എന്ന് നമുക്ക് അതിനായി ആഗ്രഹിക്കാം, ആശിക്കാം. വിമർശിക്കാതിരിക്കാം, സമരങ്ങൾ നടത്താതിരിക്കാം, ഇതിൽ നിന്ന് കമ്മീഷൻ അടിച്ചു മാറ്റാതിരിക്കാം. ഇനിയും ഇങ്ങനെയുള്ള ഡെവലപ്മെന്റുകൾ നമുക്കും നടത്തണം. ഇവിടം കാണാതെ കേരളത്തിലിരുന്ന് ഇതിനെ വിമർശിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇവിടം സന്ദർശിക്കാതെ ഇവിടത്തെ കാര്യങ്ങളുടെ ഭാവനാ സൃഷ്ടികൾ ഇടയ്ക്കിടെ വാർത്തകളാക്കുന്നുണ്ട്. ഇത് എല്ലാം വന്ന് നമ്മൾ കാണണം. വളരെയധികം മനോഹരമായ ഒരു ഇടമാണ്. ഇതാണ് ഈ ഡ്രീം സിറ്റിയിലേക്ക് കടക്കുന്ന എൻട്രൻസ്. ഇവിടുത്തെ NH 53 നിന്നാണ് ഈ എൻട്രൻസ്. ഞാൻ വേറൊരു വഴിയിലൂടെയാണ് ഇവിടേക്ക് എത്തിയത്. എന്നിട്ട് ഞാൻ ഈ എൻട്രൻസ് വഴി പുറത്തേക്ക് പോയി. ഈ എൻട്രൻസിലെല്ലാം തന്നെ കനത്ത സെക്യൂരിറ്റി ഉണ്ട്. എന്നിരുന്നാലും അവർ നമ്മളോട് മാന്യമായി പെരുമാറി ഇതെല്ലാം ഫോട്ടോ എടുക്കുന്നതിനും എല്ലാ സഹകരണങ്ങളും ചെയ്തു തന്ന ഇവിടുത്തെ സെക്യൂരിറ്റിയാണിത്. ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ഉണ്ടാവണം. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിലേക്കും ആളുകൾ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ, സഞ്ചാരികൾ ഇവിടേക്ക് വരണം. നമ്മുടെ ആൾക്കാർക്കും അഭിമാനമുണ്ടാക്കുന്ന നിർമ്മിതികൾ നടക്കണം. നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മുടെ നാടിനെ കുറിച്ച് ഒരു അഭിമാനം തോന്നണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മൾ ഈജിപ്ത് എടുത്തു നോക്കൂ. ഈജിപ്തില് പിരമിഡുകളാണ് കൂടുതലുള്ളത്. ശരിക്കും അതൊരു അവിടുത്തെ ഭരണാധികാരികൾക്ക് ശവക്കല്ലറ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാശം മുട്ടെ ഉയരത്തിൽ കല്ലട്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പിരമിഡുകൾ. എന്നാൽ ഇന്ന് ആ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വരുമാന സ്രോതസ് കൂടിയാണ് ഈ പിരമിഡുകൾ. അവിടെ ഏറ്റവും പ്രധാന വരുമാനത്തിലൊന്ന് ടൂറിസമാണ്. അതിൻ്റെ പ്രധാന കാരണം പിരമിഡുകളാണ്. അപ്പോൾ നമുക്കും ഇതൊക്കെ ആഗ്രഹിക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിൻ്റെ പേര് ടോൺവിൽസ്. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഇനി നമുക്ക് വീണ്ടും കാണാം.